കർക്കശ നിലപാടുമായി സമസ്ത നേതൃത്വം കൂടി രംഗത്തെത്തിയതോടെ ഹിജാബ് വിവാദം വീണ്ടും കത്തിപ്പടരുന്നു. ഹിജാബ് അനുവദിക്കാത്ത സ്കൂളുകളുടെ കണക്കെടുക്കാൻ സമസ്തയുടെ നീക്കം. സർവേ ഏറ്റെടുത്ത് SKSSF രംഗത്ത്. കടുത്ത നീക്കങ്ങൾ സാമുദായിക സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വിലയിരുത്തൽ. പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. പ്രമുഖ ഇസ്ലാമിക സാമുദായിക സംഘടനയായ സമസ്തയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കർക്കശ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിം പെൺകുട്ടികൾക്ക് മഫ്ത ധരിക്കാൻ അനുമതിയില്ലാത്ത സ്കൂളുകളെക്കുറിച്ച് സർവേ നടത്തി വിവരങ്ങൾ ശേഖരിക്കാനാണ് സമസ്തയുടെ നീക്കം. ഈ വിധം വിദ്യാലയങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളി കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. ഇതേക്കുറിച്ച് സമസ്ത നേതാവും SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സത്താർ പന്തല്ലൂർ നടത്തിയ ആഹ്വാനം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിട്ടുള്ളത്. സ്കൂൾ യൂണിഫോമിനോടൊപ്പം മതചിഹ്നങ്ങൾ ധരിക്കുന്നത് അനുവദനീയമാണെന്നും അല്ലെന്നുമുള്ള വിധത്തിൽ ചൂടേറിയ ചർച്ചകളാണ് വിവിധ സാമുദായിക സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാസ് അടക്കമുള്ള തീവ്ര ക്രൈസ്തവ സംഘടനകൾ സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടിനെ പുകഴ്ത്തി രംഗത്ത് വരുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് വിവിധ ഹൈന്ദവ സാമുദായിക സംഘടനകളും പിന്തുടരുന്നത്. ഈ നീക്കത്തിനെതിരെ ചില മുസ്ലിം സാമുദായിക സംഘടനകൾ കൂടി രംഗത്ത് വന്നതാണ് വിഷയങ്ങൾ ഈ വിധത്തിൽ സങ്കീർണമാക്കിയത്. ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്കുവാൻ അനുവദിക്കുകയില്ല എന്നും അത് സ്കൂളിന്റെ നിയമാവലിക്ക് എതിരാണെന്നുമായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. ഇതിനെ തുടർന്ന് അനുകൂലമായും പ്രതികൂലമായും ഒട്ടേറെ വാദഗതികളാണ് ഉയർന്നത്. സ്കൂൾ മാനേജ്മെന്റിനെതിരെ കടുത്ത വിമർശനമുയർത്തി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നു. സ്കൂൾ അധികൃതരുടെ വാദമുഖങ്ങളെ തള്ളി ഹൈക്കോടതിയും രംഗത്ത് വന്നതോടെ മാനേജ്മെന്റിന് വലിയ തിരിച്ചടിയായി. ഹിജാബ് ധരിച്ചും ധരിക്കാതെയും ഒട്ടേറെ വിദ്യാർത്ഥിനികൾ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവിടെയൊന്നും ഈ വിധത്തിൽ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടില്ല. ആ വിധത്തിൽ രമ്യമായി പരിഹരിക്കേണ്ട വിഷയമാണ് ഈ വിധത്തിൽ രൂക്ഷമായിരിക്കുന്നത്. ഒരു സമവായ ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന വിധത്തിൽ സ്കൂൾ അധികൃതർ കൈക്കൊണ്ട നിലപാടുകളാണ് വസ്തുതകളെ ഈ വിധത്തിൽ വഷളാക്കിയതെന്നാണ് പൊതുവെ ഉയരുന്ന വികാരം. സ്കൂൾ മാനേജ്മെന്റും PTA ഭാരവാഹികളും വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവുമെല്ലാം ഒപ്പമിരുന്ന് എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്ന വിഷയമാണ് ചിലരുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം മൂലം ഈ വിധത്തിൽ വൈകാരികമായി കത്തിപ്പടർന്നതെന്നാണ് പൊതുവെ ഉയരുന്ന വികാരം. ഗൂഢലക്ഷ്യങ്ങളോടെ ചില സാമുദായിക സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം വഷളാക്കുകയായിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിലനിൽക്കുന്ന മതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും സർവേ നടത്താനായി സമസ്ത നേതൃത്വം രംഗത്ത് വന്നതെന്നത് ശ്രദ്ധേയമാണ്. സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ സോഷ്യൽ മീഡിയയിലൂടെ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് ഈ വിധത്തിലാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. യാതൊരു നിയമ പ്രാബല്യവുമില്ലാത്ത ഈ മതസ്വാതന്ത്ര്യ നിഷേധം അംഗീകരിച്ചുകൂടാ. അതോടൊപ്പം ഇതെല്ലാം വർഗീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നവരും കൂടി വരുന്നുണ്ട്. കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തിന് വിള്ളലുണ്ടാക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയാനും അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഒരു സർവേ ആരംഭിക്കുകയാണ്. തുടർന്ന് ലിസ്റ്റ് പരസ്യപ്പെടുത്തുകയും ചെയ്യും. വർഗീയത വളർത്തുന്ന സ്കൂളുകൾ ഇനി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. മതസ്വാതന്ത്ര്യം അനുവദിക്കാത്ത വിദ്യാലയങ്ങൾ നമുക്ക് വേണമോ എന്ന് ചിന്തിക്കണമെന്ന സമസ്ത നേതാവിൻ്റെ ആഹ്വാനം ഒരർത്ഥത്തിൽ വെല്ലുവിളി തന്നെയാണ്. ഈ വിധത്തിൽ ഇതര സാമുദായിക സംഘടനാ നേതാക്കൾ കൂടി രംഗത്തിറങ്ങിയാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസാന്തരീക്ഷം കലുഷിതമാകുമെന്നത് ഉറപ്പാണ്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും നിലപാടുകളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ബഹുസ്വര സമൂഹമാണ് നമ്മുടേത്. വിദ്യാഭ്യാസ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഈ വിധത്തിൽ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഇടുങ്ങിയ മതവാദങ്ങൾ ഉയർത്തി ആരോഗ്യകരമായ വിദ്യാഭ്യാസാന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ ഒരു വിധത്തിലും അംഗീകരിക്കാനാവില്ല. തുറന്ന ചർച്ചകളിലൂടെയും പരസ്പര വിട്ടുവീഴ്ചകളിലൂടെയും ഈ വിധം വെല്ലുവിളികളെ രമ്യമായി പരിഹരിക്കുകയാണ് വേണ്ടത്. വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും മന്ത്രിയുമെല്ലാം ആ വിധം നീക്കങ്ങൾക്ക് മുൻകൈയെടുക്കുമെന്ന പ്രതീക്ഷയാണ് ബഹുഭൂരിഭാഗം മലയാളികൾക്കുമുള്ളത്.